ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്നത് ആസിഡിക് മെത്തേഡിലൂടെയെന്ന സംശയം. അമാൽഗമേഷൻ പ്രക്രിയയിലൂടെ പതിപ്പിച്ച സ്വർണം നീക്കം ചെയ്യാനാണ് ആസിഡിക് മെത്തേഡ് ഉപയോഗിക്കുന്നത്. 4.5 കോടിയോളം രൂപ വിലമതിക്കുന്ന 4.5 കിലോ 24 കാരറ്റ് സ്വർണമാണ് നഷ്ടമായത്. 2019 പുനഃസ്ഥാപിച്ചത് 397 ഗ്രാം സ്വർണം മാത്രം പൂശിയ വ്യാജപാളികളെന്ന് ദേവസ്വം മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ CR രാധാകൃഷ്ണൻ. ഡ്യൂപ്ലിക്കേറ്റ് പാളികൾ സ്ഥാപിച്ചത് വലിയ അളവിലുള്ള സ്വർണം അപഹരിക്കാനാണ് എന്നുകൂടി അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഈ ശ്രീകോവിലിന്റെ സ്വർണം പൂശൽ സംബന്ധിച്ച് 1998-99 ആ പ്രൊസീജിയറെല്ലാം നടന്നത്. UB ഗ്രൂപ്പുകാർ വന്ന് അത് പുതിയ ചെമ്പ് ഉപയോഗിച്ച് ഈ റൂഫിംഗ് ഷീറ്റെല്ലാം ചെമ്പിന് നേരത്തെ ഉണ്ടായിരുന്ന ചെമ്പ് മാറ്റി അതെല്ലാം അത് പൊതിഞ്ഞ്, അതുപോലെ തന്നെ ഈ ദ്വാരപാല വിഗ്രഹങ്ങളും പൊതിഞ്ഞ് അതിൽ ഈ സ്വർണം ഈ അവരന്ന് മെർക്കൂറിക് മെത്തേഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ സ്വർണം ഈ ഫോയിലുകളാക്കും, ഈ ചെറിയ ഷീറ്റുകളാക്കി മാറ്റിയിട്ട് ആ ഷീറ്റുകൾ ഒന്നിനു മേൽ ഒന്നായിട്ട് ഒട്ടിച്ച് ഹീറ്റ് ചെയ്ത് അമാൽഗമേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ഈ മെർക്കൂറിക് മെത്തേഡ്. അത് വെച്ച് ആ സിസ്റ്റം അനുസരിച്ചാണ് ഈ നമ്മുടെ ശ്രീകോവിലിൽ 98-ലും 99 ദ്വാരപാല വിഗ്രഹങ്ങളും എല്ലാം ആ UB ഗ്രൂപ്പ് ചെയ്തത്. അപ്പൊ ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഷീറ്റ് പതിപ്പിച്ച ഈ സ്വർണ്ണപ്പാളികൾ പതിപ്പിച്ചതിന് നമുക്ക് അസിഡിക് മെത്തേഡിലൂടെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഉപയോഗിച്ച് ആസിഡിലേക്ക് ലയിപ്പിച്ച് അത് മാറ്റിയെടുക്കാം. സാധാരണ ഒരു കൊടിമരത്തിന് സ്വർണം ഈ പിന്നെ മെർക്കൂറിക് മെത്തേഡിൽ പൂശണമെങ്കിൽ നമുക്ക് അതിന് 6 കിലോ മുതൽ 9 കിലോ വരെ സ്വർണ്ണമാവും. മറിച്ച് ഇതിന്റെ ആ ചെമ്പ് പറകൾ ഊരി ഇതിലെ ഈ ഇലക്ട്രോണിക് മെത്തേഡിൽ ഒരു കിലോ സ്വർണം കൊണ്ടോ ഒരു 600-700 ഗ്രാം സ്വർണം കൊണ്ടോ മൊത്തവും ഇത് പൂശാൻ കഴിയും. അപ്പം എപ്പോഴും ഈ പൂശാൻ ഉപയോഗിക്കുന്ന സ്വർണം പൂശുകയാണെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ ക്വാണ്ടിറ്റിയുടെ ഒരു 5 ഇരട്ടിയോ 6 ഇരട്ടിയോ സ്വർണം ഈ അമാൽഗമേറ്റ് ചെയ്യാൻ വേണ്ടി വരും. അതായിരിക്കണം ഈ സാധനത്തിൽ ഇത്ര കൂടുതൽ സ്വർണത്തിന്റെ അംശം ഉള്ളത് കൊണ്ടായിരിക്കണം അത് മാറ്റുകയും കുറഞ്ഞ തോതിൽ സ്വർണം വെച്ച് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി സ്ഥാപിച്ചതിന്റെ പ്രധാന കാരണമെന്നാണ് മനസ്സിലാവുന്നത്. ഈ സാധനം ഇളക്കിക്കൊണ്ടുപോയ ഒറിജിനൽ സാധനം മാറ്റിവെക്കുകയും അതിന് ഡ്യൂപ്ലിക്കേറ്റ് ചെമ്പിന് വേറെ ഉണ്ടാക്കുകയും അതിൽ 390-400 ഗ്രാം 300 ഗ്രാം ഉപയോഗിച്ച് ആ ഇലക്ട്രോണിക് പ്രോസസ്സിലൂടെ ഈ പൂശി ആണ് പുനഃസ്ഥാപിച്ചിട്ടുള്ളതെന്നാണ് ഇതിന്റെ മൊത്തം രേഖകളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു വസ്തുത. ഈ സാധനം പുനഃസ്ഥാപിച്ചത് തന്നെയാണ്, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ് കൊണ്ട് തിരിച്ചു വന്നതെന്ന് വ്യക്തമായി നമുക്ക് ഇപ്പൊ ധാരണയിലെത്താൻ കഴിയും. അതുപോലെ തന്നെ ശ്രീകോവിലിന്റെ പാളികൾ സംബന്ധിച്ചുള്ള പണിയും ഇതുപോലെ തന്നെയാണ്. ഈ 2 കാര്യങ്ങളും ഇപ്പോ ഇവര് തന്നെ ആയിരിക്കണം ചെയ്തതാണ് അനുമാനിക്കേണ്ടിയിരിക്കുന്നത്. മോഹനൻ, ഐസൻ ജോസ് എന്നിവർ ചേരുകയാണ്. ആദ്യം പ്രജിത്തിലേക്ക്. എത്ര വലിയ കവർച്ചയുടെ ചുരുളാണ് പ്രജിത്ത് ഓരോ ദിവസവും അഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? 4.5 കോടിയോളം രൂപ വില മതിക്കുന്ന 4.5 കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് നഷ്ടമായി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് സാധാരണ അയ്യപ്പ ഭക്തർ വിശ്വസിക്കുക അല്ലെങ്കിൽ ദഹിക്കാനാകുക എന്നതാണ് സംശയം. അനു, ഇതിൽ നടന്ന വലിയ തട്ടിപ്പാടെന്നുള്ള കാര്യം നമ്മൾ ആദ്യഘട്ടം മുതൽ പറയുന്നുണ്ടായിരുന്നു. കാരണം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ആദ്യം പുറത്തു വന്ന ഈ ദ്വാരപാലക ശില്പങ്ങളുടെ ഇളക്കി മാറ്റിയ പാളികൾ എവിടെയെന്നുള്ളൊരു വലിയ ചോദ്യം നമ്മൾ ഉയർത്തിയിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഒരു പക്ഷേ നമുക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത് എന്നുള്ളതാണ്. കാരണം കൊടുത്തുവിട്ടത് ചെമ്പ് പാളികളാണെന്ന് ദേവസ്വം ബോർഡുമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇളക്കി മാറ്റിയത് സ്വർണം പതിപ്പിച്ച, അതായത് സ്വർണം പതിപ്പിച്ച ഈ അമാൽഗമേഷൻ പ്രക്രിയയിലൂടെ പതിപ്പിച്ച ചെമ്പ് പാളികളാണ് ഇളക്കിയതെന്ന് ഹൈക്കോടതിയുടെ കണ്ടെത്തലുണ്ട്. അതിനുശേഷം പക്ഷേ അതേ മഹസറിൽ തന്നെ കൊടുത്തുവിട്ടത് ചെമ്പ് പാളികളാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നു. അവിടെ തന്നെ ഒരു കൃത്രിമത്വം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വളരെ മുൻപ് തന്നെ അറിയാം. അപ്പോൾ ഈ സ്വർണം ഇതിൽ നിന്ന് വേർതിരിച്ചെടുത്ത് ഈ പ്രത്യേക ആസിഡിക് പ്രക്രിയയിലൂടെ അത് വേർതിരിച്ചെടുത്തു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കരുതേണ്ടത്. അതുതന്നെയാണ് മുൻ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടുള്ള
CR രാധാകൃഷ്ണനും ചൂണ്ടിക്കാട്ടുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ പതിപ്പിച്ച സ്വർണം, ഈ അമാൽഗമേഷൻ പ്രക്രിയയിലൂടെ പതിപ്പിച്ച സ്വർണം വേർതിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. അതിനാണ് ഈ അസിഡിക് പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. അതിലൂടെ മാത്രമാണ് ഈ സ്വർണം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നതും. അപ്പോൾ ഈ ശബരിമലയിൽ നിന്ന് കൊടുത്തുവിട്ടു എന്ന് പറയുന്ന ചെമ്പുപാളികൾ, അത് പഴയ ചെമ്പുപാളികളായിരിക്കണം എന്നുള്ളത് നമ്മൾ, അല്ലെങ്കിൽ പഴയ പാളികളായിരിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ചെന്നൈയിലെ കമ്പനി പറയുന്നത് അവിടെ എത്തിച്ചത് പുതിയ പാളികളാണ് എന്നുള്ളത്. അപ്പോൾ പഴയ പാളികൾ ഏതോ രീതിയിൽ നശിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഏതോ രീതിയിൽ അതിൽ രൂപമാറ്റം വരുത്തി എന്നുള്ളതിന് ഒരു തെളിവ് കൂടിയാണ്, അല്ലെങ്കിൽ അതിലൊരു വഴി കൂടിയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. എങ്ങനെയായിരിക്കാം ആ പഴയ ചെമ്പുപാളികൾ എങ്ങോട്ട് പോയിരിക്കാം എന്നുള്ള ചോദ്യം വരുന്നത്. അപ്പോൾ അതിലുള്ള സ്വർണം ഈ പറയുന്ന പ്രക്രിയ ഉപയോഗിച്ച് ഉരുക്കിയെടുത്തു, അല്ലെങ്കിൽ ആ സ്വർണം വേർതിരിച്ചെടുത്തു എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ സംശയിക്കാൻ. ആ പഴയ പാളികൾ, അതിൽ സ്വർണം പതിപ്പിച്ചിരുന്ന പഴയ പാളികൾ അതിപ്പോൾ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താവുന്നതാണ് ഈ ഘട്ടത്തിൽ. ഒരുപക്ഷെ ഈ പറയുന്ന പ്രോസസ്സിൽ ഉപയോഗിച്ചുകൊണ്ട് ഇതിലെ ഉണ്ടായിരുന്ന ഈ 4.5 കിലോയോളം വരുന്ന സ്വർണം വേർതിരിച്ചെടുക്കുകയും അതിനുശേഷം ബാക്കിയുണ്ടായിരുന്ന വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ചെയ്തിരിക്കാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആവണം ചെന്നൈയിലെത്തുമ്പോൾ ശബരിമലയിൽ നിന്ന് കൊടുത്തുവിട്ടുമെന്ന് പറയുന്ന 1999 പതിപ്പിച്ച പാളികൾ ശബരിമലയിൽ നിന്ന് കൊടുത്തുവിട്ട് 2019 കൊടുത്തുവിട്ടുവെന്ന് മഹസറിലുണ്ടെങ്കിലും അത് ചെന്നൈയിൽ എത്തിയിട്ടില്ല എന്ന് ആ കമ്പനി പറയുമ്പോൾ അതിൽ കൃത്രിമത്വം നടന്നിരിക്കുന്നത് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഏകദേശം നമുക്കൊരു ഉറപ്പ് വരുന്നു. ചെന്നൈയിൽ നിർമ്മിക്കാൻ എത്തിച്ചത് പുതിയ പാളികളാണെങ്കിൽ പഴയ പാളികൾ, അതിൽ നിന്നുള്ള സ്വർണം എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ശേഷം ബാക്കിയുള്ള ചെമ്പ് വസ്തുക്കൾ അത് ഇല്ലാതാക്കിയിരിക്കാൻ, നശിപ്പിച്ചിരിക്കാനുള്ള സാധ്യത കൂടിയാണ് ഈ ഘട്ടത്തിൽ തെളിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വർണ്ണവാതിലടക്കമുള്ള വിഷയങ്ങളിൽ സമാനമായ തട്ടിപ്പ് നടന്നിരിക്കാം എന്നുള്ളതാണ് CR രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയെങ്കിൽ പഴയ രീതിയിൽ ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ ഒപ്പം തന്നെ ഈ സ്വർണ്ണവാതിലിനും സമാനമായതുള്ള തട്ടിപ്പ് നടന്നു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെയൊരു ക്രമക്കേട് നടത്തി, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന തന്നെയൊക്കെ സാധ്യതയിലേക്ക് വെളിച്ചം വീശുന്ന രീതിയിൽ അത്തരമൊരു ക്രിമിനൽ പ്രവർത്തനം അവിടെ നടന്നു എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ നിന്നുള്ള ആ സ്വർണം വേർതിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഉണ്ടായത് എന്നുള്ളത് വേണം വിലയിരുത്താൻ. പ്രത്യേകിച്ച് 4.5 കിലോ സ്വർണം എന്ന് പറയുമ്പോൾ നിലവിലത്തെ ഏതാണ്ട് 562 ഗ്രാം വരുന്നു. നിലവിലത്തെ 562 പവൻ വരുന്നു. നിലവിലത്തെ ഇവിടെ വില വെച്ച് നോക്കിയാൽ അതിൽ കുറച്ച്, ഏറ്റവും കുറഞ്ഞൊരു 80,000 രൂപ വെച്ചൊക്കെ ഒരു പവന് നോക്കിയാൽ തന്നെ ഏതാണ്ട് 4.5 കോടി രൂപയാണ് 4.5 കിലോ സ്വർണത്തിന് വില വരുന്നത്. ഈ സ്വർണത്തിൽ നിന്ന് അപ്പോൾ ആ സ്വർണം അവിടെ നിന്ന് ഉരുക്കിയെടുക്കുന്നു, തിരിച്ചു കൊണ്ടുവെക്കുന്ന പുതിയ പാളികളിൽ, അത് ചെന്നൈയിലെ കമ്പനി പറയുന്നതനുസരിച്ച് പുതിയ പാളികളാണ് അവിടെ കൊണ്ടുവന്നത്. അതിലാണ് ഞങ്ങൾ സ്വർണം പൂശിയെന്നുള്ളതാണ്. പുതിയ പാളികളിൽ സ്വർണം പൂശാൻ 397 ഗ്രാം മാത്രമാണ് സ്വർണം വന്നിരിക്കുന്നത്. ഏതാണ്ട് ഒരു 39 ലക്ഷം, 37 ലക്ഷം, 39 ലക്ഷം ആ ഒരു റേഞ്ചിലേ വരുന്നതുള്ളൂ. അപ്പോൾ ഏതാണ്ട് 4 കോടിയിലധികം രൂപയുടെ സ്വർണം ഈ വളരെ തന്ത്രപരമായി, വളരെ മനോഹരമായി അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സ്വർണ്ണ കവർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം, ഏറ്റവും കാതലായ വശം എന്നുള്ളത്. അപ്പോൾ ഇനി അറിയേണ്ടത് ഈ സ്വർണം പോയ വഴികളിൽ എവിടേക്കാണ് എന്നുള്ളതാണ്. എന്തായാലും സ്വർണം വേർതിരിച്ചെടുത്തിരിക്കുന്ന പ്രക്രിയ എന്താണെന്നുള്ളത് ഐസൺ നമ്മളോട് കൃത്യമായി പറഞ്ഞു തരും. പക്ഷേ അപ്പോഴും ബാക്കിയാകുന്ന ചോദ്യം എന്നുള്ളത്, ഈ സ്വർണം എക്സ്ട്രാക്ട് ചെയ്തെടുത്ത അടക്കമുള്ള നടപടികളിലേക്ക് ഇനിയുള്ള അന്വേഷണം പോകുമോ എന്നുള്ളതാണ്. ഇപ്പോഴും ദേവസ്വം ബോർഡ് അടക്കമുള്ളവർ കൃത്യമായി മറുപടി പറയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആരും ഈ ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിൽ പതിപ്പിച്ചിരുന്ന സ്വർണം, അതിനെക്കുറിച്ച് കൃത്യമായി എവിടെയും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ശാസ്ത്രീയ വശം നമുക്ക് അറിയേണ്ടതുണ്ട്. അമാൽഗമേഷൻ പ്രക്രിയയിലൂടെ പതിപ്പിച്ച ഈ സ്വർണം അസിഡിക് മെത്തേഡിലൂടെ നീക്കം ചെയ്തു എന്നതാണല്ലോ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് അതിന്റെ ശാസ്ത്രീയ വശം എന്താണെന്ന് പരിശോധിക്കാം. ഐസൻ ജോസ് നൽകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഐസൻ, ഒന്ന് വിശദീകരിക്കാമോ? അനു, ഈ രണ്ട് പ്രവർത്തനങ്ങൾ, അതായത് നേരത്തെ നമ്മളോട് സംബന്ധിച്ച വിദഗ്ധൻ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ ദേവസ്വം മുൻ കമ്മീഷണർ വിജയ് പറഞ്ഞതുപോലെ, രണ്ട് തരത്തിലാണ് ഈ അമാൽഗമേഷനും അതുപോലെ തന്നെ ഇലക്ട്രോപ്ലേറ്റിങ്ങും. രണ്ട് രീതിയിലുള്ള സ്വർണം പൊതിച്ചിലാണ്, അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ നിറം നൽകുന്ന ഒരു പ്രോസസ്സാണ്. അതായത് അമാൽഗമേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ 4.5 കിലോ സ്വർണം ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. 4.5 കിലോ സ്വർണം വളരെ ചെറിയ, പേപ്പറിനേക്കാൾ കനം കുറഞ്ഞ രീതിയിൽ സ്വർണത്തെ പരത്തിയെടുത്തതിന് ശേഷം ചെറിയ കടലാസുകൾ പോലെ ചതുരത്തിലുള്ള കഷ്ണങ്ങളാക്കി സ്വർണത്തെ മുറിച്ചെടുത്തതിന് ശേഷം ആ സ്വർണവും മെർക്കുറിയും ചേർത്ത്, രസവും ചേർത്ത് ഒരു പ്രതലത്തിൽ ഒട്ടിക്കുകയും അതിനുശേഷം അതിശക്തമായ ടെമ്പറേച്ചർ നൽകുകയും ചെയ്യുമ്പോൾ മെർക്കുറിയുടെ വേപ്പറേഷനിലൂടെ ഈ സ്വർണം അലിഞ്ഞ് മറ്റു ലോഹത്തിലേക്ക് ചേർന്ന് പിടിക്കുന്ന രീതിയാണ് ഈ അമാൽഗമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ചെമ്പിൻ്റെ ബേസ് ആണെങ്കിൽ, ഒരു ചെമ്പിൻ്റെ ഒരു രൂപത്തിലാണ്, അല്ലെങ്കിൽ ചെമ്പിൻ്റെ ഒരു ശില്പത്തിലാണ് ഈ അമാൽഗമേഷൻ വഴി ചെയ്യുന്നതെങ്കിൽ, ഈ മുകളിൽ ഈ സ്വർണത്തിൻ്റെ കടലാസ് പോലുള്ള സ്വർണത്തിൻ്റെ നേർത്ത തകിട് പതിപ്പിക്കുകയും ഇത്തരത്തിലുള്ള മെർക്കുറിയുടെ ഒരു പശ പോലെ ഒട്ടിച്ചു വെച്ചതിന് ശേഷം അത് ശക്തമായി ചൂടാക്കുമ്പോൾ അത് അലിഞ്ഞു പോകുന്നു. അതായത് ഒരു വസ്തു അതിന് മുകളിൽ പടരുന്നതിന് പകരം കുറേ കൂടി 1-2 ലെയറുകൾ ഉള്ളിലേക്ക് പോലും വളരെ ചെറിയ രീതിയിൽ പടർന്നു പിടിക്കും
പരിശോധിക്കുന്ന രീതിയാണ് ഈ അമാൽഗമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കുറേ കൂടി വ്യക്തമാക്കാൻ പറയുകയാണെങ്കിൽ ഈ സ്വർണത്തിൻ്റെ മാറ്റ് പരിശോധിക്കുന്നതിന് ഉരച്ചു നോക്കുന്ന ആ സാഹചര്യത്തിൽ ഏതെങ്കിലും പ്ലേറ്റ് ചെയ്ത വസ്തുക്കളാണെങ്കിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത ഇമിറ്റേഷൻ ജ്വല്ലറിയൊക്കെ ഉരയ്ക്കുമ്പോൾ ഉടൻ തന്നെ അതിൻ്റെ മുകളിലെ പാളി അടർന്നു പോവുകയും അതിനുള്ളിലുള്ള ലോഹം തെളിഞ്ഞു കാണുകയും ചെയ്യും. എന്നാൽ അമാൽഗമേഷൻ ആണെങ്കിൽ കുറേ അധികം തവണ, ഒരു തവണ ഉരയ്ക്കുന്നതിന് പകരം 10-12 തവണ ഉരച്ചാൽ മാത്രമായിരിക്കും അതിനുള്ളിലുള്ള ലോഹം തെളിഞ്ഞു വരിക. അതുവരെ അത്രയും ഉള്ളിലേക്ക് പടർന്നു നിൽക്കും ഈ സ്വർണം, അതായത് അമാൽഗമേറ്റഡായ ലോഹം. ഈ അമാൽഗമേറ്റഡായ ലോഹം പല തരത്തിൽ ഒട്ടിക്കുന്നു, പല ലെയറുകളായി ഒട്ടിക്കുകയാണ്. 4-5 ലെയറുകളായാണ് പൊതുവെ ഒട്ടിക്കുന്നത്. അതായത് ഈ പൊതുവെ 4-5 ലെയറുകൾ വെച്ച് അമാൽഗമേറ്റ് ചെയ്യുമ്പോൾ ഈ അമാൽഗമേഷൻ നടന്ന പ്രദേശത്ത് ആരെങ്കിലും തൊടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് തേഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഇലക്ട്രോപ്ലേറ്റിങ്ങിനേക്കാൾ വളരെയധികം കാലം നിൽക്കുമെങ്കിൽ കൂടി അതും തേഞ്ഞു പോകാനുള്ള, അല്ലെങ്കിൽ അതിന് ഡിപ്രിസിയേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ കൈയും അതുപോലുള്ള സ്പർശനങ്ങൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ കുറേ കൂടി കട്ടിയിൽ 1-2 ലെയർ കൂടുതൽ ചേർത്ത് അമാൽഗമേറ്റ് ചെയ്താണ് ഇത്തരത്തിലുള്ള ശില്പങ്ങളെ പൊതിയുകയൊക്കെ ചെയ്യുക. അത്തരത്തിൽ അമാൽഗമേഷൻ ചെയ്യുന്ന പ്രദേശത്ത് കൈ തൊടുമ്പോഴൊക്കെ തേഞ്ഞു പോകാനുള്ള കാലാവധി കുറയുകയും ചെയ്യും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഇലക്ട്രോപ്ലേറ്റിംഗ് ആണെങ്കിൽ വളരെ നേർത്ത പാളി, 30 മൈക്രോണിൻ്റെ ഒരു പാളി മാത്രമായിരിക്കും ഈ അടിസ്ഥാന ലോഹത്തിൽ, ചെമ്പാണെങ്കിൽ ചെമ്പ് ലോഹത്തിൻ്റെ മുകളിൽ പടരുക. ആ നേർത്ത പാളിയായി പടരുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് സംവിധാനമാണ്. മറ്റ് നമുക്ക് കാതോടാനോട് നമുക്ക് കെമിസ്ട്രി ക്ലാസ്സുകളിൽ പഠിക്കുന്നത് പോലുള്ള ലളിതമായ കാര്യങ്ങൾ ഉപയോഗിച്ച് അത് പതിഞ്ഞു വരികയാണ്. അതിന് മുകളിലൊരു പടർന്ന ഒരു പാട പോലെ, അല്ലെങ്കിൽ വളരെ നേർത്ത ഒരു പാടയായി കിടക്കുകയാണ് ചെയ്യുക. നമുക്കറിയാവുന്നതാണ്, മൈക്രോണുകളിലാണ് അതിൻ്റെ കണക്കുകൾ നമുക്ക് പറയാൻ സാധിക്കുക. ഒരു മൈക്രോൺ എന്നാൽ 1 സെൻറ്റിമീറ്ററിൻ്റെ 1000-1 30 മൈക്രോൺ മാത്രമായിരിക്കും ഇലക്ട്രോപ്ലേറ്റ് ചെയ്താൽ അതിന് മുകളിൽ ലോഹത്തിൻ്റെ ആ ഒരു സ്പ്രെഡ് ഉണ്ടാവുക. ഏതാണോ സ്വർണ്ണമാണ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുന്നതെങ്കിൽ സ്വർണ്ണം 30 മൈക്രോൺ മാത്രമായിരിക്കും ഉണ്ടാവുക. നമുക്ക് വളരെ നേർത്തത്, അതായത് 1 സെൻറ്റിമീറ്ററിൻ്റെ 1000-1 ഒരു മൈക്രോണെങ്കിൽ 1000-1 അത് 30 മൈക്രോൺ, 1001 മൈക്രോണിൻ്റെ 1001ൻ്റെ 30 യൂണിറ്റ് ആയിരിക്കും അതിന് മുകളിൽ ഉണ്ടാവുക. അത്രയും വളരെ ലളിതമായ കട്ടിക്കായിരിക്കും അതതിന് മുകളിൽ ഉണ്ടാവുക. ഇനി ആസിഡിങ് പ്രവൃത്തി എന്ന് പറയുന്നത് ഇത്തരത്തിൽ അമാൽഗമേറ്റ് ചെയ്ത് പിടിപ്പിച്ച ലോഹം, അതായത് ചെമ്പിന് മുകളിൽ അമാൽഗമേഷൻ ചെയ്ത് പിടിപ്പിച്ച ലോഹം സ്വർണ്ണമാണെങ്കിൽ ആ സ്വർണ്ണം വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ്. ഈ പ്രോസസ്സിനെയാണ് ആസിഡിങ് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതാണ്, സാധാരണഗതിയിൽ ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ വീണ്ടും പുതുക്കിപ്പണിയുന്ന സാഹചര്യത്തിൽ, അത് വലിയ തോതിൽ പുതുക്കിപ്പണിയുകയാണെങ്കിൽ നമുക്കറിയാം സാധാരണ ജ്വല്ലറികളിലൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണത്. ജ്വല്ലറി പണിശാലകളിൽ പഴയ പരമ്പരാഗത സ്വർണ്ണപ്പണിക്കാരെല്ലാം തന്നെ ചെയ്യുന്നൊരു രീതിയാണ്. അതൊരു ഗ്രാഫൈറ്റിൻ്റെ ഒരു സംവിധാനം, ഒരു കപ്പ് പോലൊരു സംവിധാനത്തിൽ അത് നിക്ഷേപിച്ച ശേഷം ശക്തമായി ചൂടാക്കുകയും ഈ ആസിഡ് ഉപയോഗിക്കും. ആസിഡിനെ അല്പം ചില പ്രത്യേക ഘട്ടങ്ങളിൽ ചൂടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ആസിഡിൽ സ്വർണ്ണം അലിഞ്ഞു ചേരും. സ്വർണ്ണം മാത്രമായിരിക്കും ആസിഡിൽ അലിഞ്ഞു ചേരുക. സൾഫ്യൂരിക് ആസിഡിൽ സ്വർണ്ണം അലിഞ്ഞു ചേരുമ്പോൾ ആ അലിഞ്ഞു ചേർന്ന സൾഫ്യൂരിക് ആസിഡ് എടുത്ത് മാറ്റി അതിൽ നിന്നും സ്വർണ്ണം തിരിച്ചെടുക്കുക. അതായത് സൾഫ്യൂരിക് ആസിഡിനെ വേപ്പർ ചെയ്താൽ സ്വർണ്ണം തിരിച്ചെടുക്കാനും സാധിക്കും. അത്തരത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ ചെമ്പ് പാളിക്ക് മുകളിൽ സ്വർണ്ണം അമാൽഗമേറ്റ് ചെയ്തത് നേരത്തെ പറഞ്ഞതുപോലെ 4.5 കിലോ ആയിരിക്കും. വലിയൊരു ഏരിയ, 35 ഗ്രാം പെർ സ്ക്വയർ ഫീറ്റ് എന്ന രീതിയിലൊക്കെയാണ് ഇത് പതിച്ചിട്ടുള്ളത് എന്ന സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒരു സ്ക്വയർ ഫീറ്റിൽ 35 ഗ്രാമൊക്കെ ഇത് വന്നിട്ടുണ്ട് സ്വർണ്ണമെന്നാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ഏരിയയിൽ കൃത്യമായി ആസിഡിങ് ചെയ്യുകയാണെങ്കിൽ 80%, അതാണ് കണക്കുകൾ വിദഗ്ധരെല്ലാം തന്നെ സൂചിപ്പിച്ചത്, 80% ഈ സ്വർണം വേർതിരിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഈ ആസിഡ്, അതായത് സ്വർണം അലിയുന്ന എന്നാൽ ചെമ്പ് അലിയാത്ത ഒരു ആസിഡ് ഉപയോഗിക്കുകയാണ്. ആ ആസിഡിൽ ഇതിൻ്റെ സർഫസിൽ ആസിഡ് കൃത്യമായി സ്പ്രെഡ് ചെയ്ത് അത് പുറത്ത് മാറ്റിയെടുക്കുമ്പോൾ ആ ആസിഡിൽ സ്വർണം അലിഞ്ഞു ചേരുകയും പിന്നീട് ഓരോരോ ഘട്ടങ്ങളിലായി പല ഘട്ടങ്ങളിലായി ചെയ്യുമ്പോൾ ഓരോരോ ലെയറുകളിൽ നിന്നായി സ്വർണം അലിഞ്ഞു വരികയും ആ ചെമ്പിൻ്റെ മുകളിലെ തട്ട് കുറേ കൂടി സരന്ത്രകമാവുക എന്ന് പറയും. ചെറിയ സുഷിരങ്ങൾ വീഴുന്ന രീതി, മൈക്രോസ്കോപ്പുകളിൽ കാണുന്ന സുഷിരങ്ങൾ വീഴുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് ആ ബേസ് ലോഹം മാറുകയും ചെയ്യും. അത്തരത്തിൽ ഈ സ്വർണം വേർതിരിച്ചെടുത്തതിന് ശേഷം അത് സ്വർണ്ണമായി തന്നെ പ്രയോജനപ്പെടുത്താനും സാധിക്കും, തനിത്തങ്കമായി തന്നെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. നമുക്കറിയാവുന്നതാണ്, നമ്മളിപ്പോൾ ആഭരണങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് സ്വർണ്ണം 22 ക്യാരറ്റ് എന്ന് പറയുന്നത് 22 യൂണിറ്റ് സ്വർണവും 1 യൂണിറ്റ് ചെമ്പുമായിരിക്കും. ഈ ചെമ്പ് പൂർണ്ണമായും ഇല്ലാതെ 24 യൂണിറ്റ് സ്വർണ്ണമുള്ളതിനെയാണ് തങ്കം എന്ന് പറയുന്നത്. ഈ തങ്കം സ്വർണ്ണത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രീതിയാണ് ആസിഡിങ് എന്ന് പറയുന്നത്. ഇത് വിവിധ ഘട്ടങ്ങളിൽ, അത് പല ലോഹങ്ങളിൽ പല രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഈ സ്വർണ്ണത്തിനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോഹത്തെ അതാത് ലോഹങ്ങൾ അലിയുന്ന വ്യത്യസ്ത pH വാല്യൂ ഉള്ള ആസിഡുകൾ ഉപയോഗിച്ച് മാറ്റിയെടുക്കാമെന്നതാണ് ആസിഡിങ് പ്രോസസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഉപയോഗിച്ച സ്വർണ്ണം എത്രയാണോ, 4.5 കിലോ ആണ് ഉപയോഗിച്ചത് എന്ന വിവരമാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ആ 4.5 കിലോ സ്വർണ്ണത്തിൽ അതിൻ്റെ ഏതാണ്ട് 4 കിലോയോളം സ്വർണ്ണമൊക്കെ ഒരു പരിധി വരെ ഇത്തരത്തിൽ എടുക്കാൻ സാധിക്കും. നല്ല വിദഗ്ധരായ തൊഴിലാളികൾക്ക് എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ 70% എന്തായാലും വേർതിരിച്ചെടുക്കാൻ സാധിക്കും. മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നന്ദി ഐസൻ, ഇത്ര ലളിതമായി വിശദമായി വിശദീകരിച്ചതിന്.